സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റർ ആണ്. അല്ല, അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. എന്തായിക്കോട്ടെ, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ബേസിക്കലി ഇനീഷ്യൽ ഒരു മാർക്കറ്റർ എന്ന രീതിയിൽ നമുക്കിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് ഇടുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഫേസ്ബുക്ക് പേജ്. ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ആഡ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. പല ആൾക്കാരും വിചാരം നമുക്കൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്നുണ്ടെങ്കിൽ അത് ത്രൂ നമുക്ക് ആഡ് റൺ ചെയ്യാനുള്ളത്. പക്ഷെ അതൊന്നല്ല, നമുക്കൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ വേണം. സോ അതിന് കീഴിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പേജ് ക്രിയേറ്റ് ആക്കി ആ ഒരു പേജ് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ സെറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് അതിന്റെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആഡ്സിന്റെ അനലിറ്റിക്സ് പെർഫോമൻസ് കാര്യം നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് പേജ്. അതൊക്കെ ഈ പേജിൽ നമ്മൾ നടക്കുള്ളൂ. സോ ഇന്നത്തെ ഒരു വീഡിയോയുടെ മെയിൻ ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഈ ഒരു പേജ് ക്രിയേറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ഈ പേജ് ക്രിയേറ്റ് ആക്കാൻ അറിയില്ല എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോ മെയിനായിട്ട് കാര്യം നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പേജിൽ, അതായത് ഐ മീൻ ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഒരു മെത്തേഡ്സ് റൺ ചെയ്യുന്ന സമയത്തായിരിക്കും ഇനീഷ്യലി ഓരോ ആൾക്കാരും ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ ക്രിയേറ്റ് ആക്കി ഉണ്ടാവുക, അല്ലെ? ഇപ്പൊ ഞാനിപ്പോഴത്തെ ആൾക്കാർ, ഞാനും ഈ ഒരു സമയത്ത് തന്നെ ആണ് പഠിക്കുന്ന സമയത്ത് തന്നെ ആണ് ഈ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. സോ ആ ഒരു സമയത്ത് നമുക്കൊരു പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മളൊരു പേജ് ക്രിയേറ്റ് ആക്കുമ്പോൾ അത് നമുക്ക് എറർ സംഭവിക്കും, നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നേരെ മറിച്ച് നമ്മളൊരു പഴയ ഒരു ഫേസ്ബുക്ക് പേജാണ്, പഴയ ഒരു പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കീഴിൽ നമ്മളൊരു പേജ് ക്രിയേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പേജ് നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ പുതിയൊരു പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലൊരു പേജ് ക്രിയേറ്റ് ആക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നം നമ്മൾക്ക് കണ്ടുവരുന്നുണ്ട്. സോ അതിന് ഒരു പരിഹാരം, അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയായിട്ട് നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന്, അതായത് ഒന്നിൽ കൂടുതൽ പേജ് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്ന പ്രൊഫൈൽ പോയിട്ട് നിങ്ങളുടെ പേരിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു പേജ് ക്രിയേറ്റ് ആക്കിയതിനു ശേഷം അതിന്റെ ഫുൾ ആക്സസ് നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങുക. സോ ഇന്നത്തെ ഒരു മെയിൻ ഉദ്ദേശം നമുക്ക് എങ്ങനെയാണ് ഒരു പേജ് ക്രിയേറ്റ് ആക്കാം എന്നുള്ളതിനാണ്. സോ ഞാനിവിടെ ക്രോമിലെ എൻ്റെ facebook.com എൻ്റെ ഫേസ്ബുക്ക് പേജിലോട്ട് പോയി. സോ ഇതെന്റെ ഫേസ്ബുക്ക് പേജാണ്, എൻ്റെ പേഴ്സണൽ പ്രൊഫൈലാണ്. ഞാൻ ഡയറക്റ്റ് എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിലേക്ക് പോവാണ്. സോ ഇതാണ് എൻ്റെ പേഴ്സണൽ പ്രൊഫൈല്. ഇപ്പോൾ ഒരു പേജ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു പേജ് ക്രിയേഷൻ എന്നുള്ള ആ ഒരു മൈൻഡോട് കൂടി വന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൽ കയറിയ ശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ നിങ്ങൾ ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഈ പേജ് ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ പേജിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ പേജ് എന്നുണ്ടാവും. സോ ആ ഒരു ക്രിയേറ്റ് ന്യൂ പേജ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കും പേഴ്സണൽ പ്രൊഫൈല് പബ്ലിക് പ്രൊഫൈൽ. സോ നമുക്ക് എന്താണ്, ബിസിനസ് പർപ്പസിനാണ്, ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ പബ്ലിക് പ്രൊഫൈൽ ക്രിയേറ്റ് ആക്കുന്നു. സോ നെക്സ്റ്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുന്നു. സോ നമുക്ക് ഇവിടെ പേജിന്റെ നെയിം ചോദിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പേജിന്റെ നെയിം ഞാനൊന്ന് സെലക്ട് ചെയ്യണേ. ഹാഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിന്റെ നെയിം കൊടുക്കുകയാണ്. സോ അതിന്റെ കാറ്റഗറി ഡിജിറ്റൽ ക്രിയേറ്റർ എന്നുള്ള ഓപ്ഷന് കൊടുക്കുകയാണ്. ഇപ്പം അതുപോലെ തന്നെ ഡിജിറ്റൽ സോഷ്യൽ മീഡിയ ഏജൻസി, ഡിജിറ്റൽ ഓക്കെ, നമുക്ക് ഇത്ര മതിയാവും. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പേര് കൊടുത്തു, കാറ്റഗറി കൊടുത്തു. അതുപോലെ നമുക്കൊരു ഭയം വേണം. സോ നമ്മൾ ഭയം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചാറ്റ് ജി പി ടി പോവാം. ചാറ്റ് ജി പി ടി പോയതിനു ശേഷം ഫേസ്ബുക്ക് പേജ് ക്രിയേഷൻ ബയോ or related in digital marketing. സോ ഞാൻ ഇങ്ങനെ ജി പി ടിയോട് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു പ്രൊഫൈല്, അതായത് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ഒപ്റ്റിമൈസേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പേജ് ക്രിയേറ്റ് ആവില്ല. നമ്മൾ കറക്റ്റ് ഒപ്റ്റിമൈസേഷൻ, അതായത് കറക്റ്റ് ഓപ്ഷൻസ് നമ്മൾ അതിനകത്ത് അനുസരിച്ചുള്ള നമ്മൾ ഏത് ടൈപ്പ് ഓഫ് രീതിയിലാണ്, നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മളെ പേജിനെ ശരിക്കും ഒപ്റ്റിമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒന്നെങ്കിലും നമുക്ക് പേജ് ക്രിയേറ്റ് ആവുള്ളൂ. നമ്മൾ വെറുതെ എന്തെങ്കിലും അടിച്ചു കൊടുത്താലും ഒരു പക്ഷേ അങ്ങനെ നമുക്ക് എറർ വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാനൊരു തൽക്കാലം ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം കൊടുക്കണം. ഓക്കെ, ക്രിയേറ്റ് പേജ് ഒക്കെ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്ത്. സോ പേജ് നെയിം റെക്കോർഡ്, ഇതിന്റെ മെയിൻ ഇവിടെ എറർ വരാൻ കാരണം ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ഈ ഒരു പേര് വെച്ചിട്ട്
ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഞാനിപ്പോ എക്സാമ്പിൾ ഇപ്പോ ഓക്കെ മെയിൻ സൂട്ടബിൾ ആയിട്ടുള്ള മെയിൻ നെയിം എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. സോ ഞാൻ ഒന്നിൽ കൂടുതൽ ഒരുപാട് പേജസ് ഉണ്ടായതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് നെയിം സെറ്റ് ആവാത്തത്. സോ ഐ തിങ്ക് പേജ് ഈസ് ഓൾറെഡി സോ ഓക്കെ. അപ്പോൾ നമ്മൾ പേര് റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏജൻസി ഉണ്ട്. ഒരു ഏജൻസിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കോപ്പി ചെയ്യാണ്. പിന്നെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, മെയിലും കൊടുക്കുകയാണ്. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളെല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും കൊടുത്ത് ആൾവേസ് ഓപ്പണും കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഒരു കവർ ഫോട്ടോ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ കവർ ഫോട്ടോ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഓക്കെ ഓക്കെ എന്തെങ്കിലും ഫോട്ടോസ് ആഡ് ചെയ്യാം. ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ സോറി പേജ് ക്രിയേറ്റ് ആക്കുക എന്നുള്ളത് ഒരു ബേസിക്കലി എങ്ങനെയാണ് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാണ് ഞാൻ. എനിക്ക് ഓൾറെഡി ഒരുപാട് പേജസ് ആണ്. ഇപ്പോൾ എനിക്ക് അർജന്റായിട്ട് അതിന്റെ ആവശ്യമില്ല. സോ ഇവിടെ നിങ്ങൾ ബിസിനസ് വാട്സപ്പിന്റെ നമ്പർ അടിച്ചെടുക്കുക. എന്നിട്ട് ഇൻവൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനായി ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യണം, റണ്ണടിക്കുക. അതുപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ഇമെയിൽ സപ്പോർട്ട് യുവർ പേജ് ഓക്കെ റണ്ണടിക്കുക. ബേസിക്കലി നമുക്കൊരു പേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, നമുക്കൊരു ബിസിനസ് പോർട്ട്ഫോളിയോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിന്റെ സെയിം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്റ്റാഗ്രാം ആണോ ആ ഒരു ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ആഡ് ഉള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ഇതിന്റെ പിക്സ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പേജ് ആക്സസിബിൾ അല്ല, ഐ മീൻ ഒരു നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എറർ സംഭവിക്കാതെ എത്ര ട്രൈ ആക്കിയിട്ടും ഞാൻ ചെയ്ത ഈ മെത്തേഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു പേജ് ക്രിയേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പേജ് പോയിട്ട് അവിടെ നിങ്ങളെ പേരിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവരെ ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ പേജ് ആക്സസ് എന്നുണ്ടാവും. ആ ഒരു പേജ് ആക്സസിൽ പോയിട്ട് നിങ്ങളെ മെയില് അവിടെ അവരിൽ ആഡിന് കൊടുത്തിട്ട് നിങ്ങളെ മെയിൽ കൊടുക്കുക. എന്നിട്ട് ആ മെയിൽ കൊടുത്തതിന് ശേഷം മൊത്തം ആക്സസ് നിങ്ങൾക്ക് തരാൻ പറയും. ഓക്കെ, അങ്ങനെയാണ് ഇതിന് മെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് മെയിൻ ആയിട്ട് കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇതിലേക്ക് നമുക്കൊരു ലിങ്ക് ചെയ്യണം. ഐ മീൻ ഇൻസ്റ്റാഗ്രാം എങ്ങനെ ലിങ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും ലിങ്ക് അക്കൗണ്ട്സിന് ശേഷം ഇവിടെ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യാനുണ്ടാവും, വാട്സാപ്പ് കണക്ട് ഉണ്ടാവും. ഈ രണ്ട് പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും കണക്ട് ചെയ്യാൻ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ഡയറക്റ്റ് വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് വാട്സപ്പിന്റെ നമ്പർ അടിച്ചു കൊടുത്തിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ നമ്മൾ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് പേജും കണക്ട് ചെയ്യണം. അതിൽ നമ്മളിപ്പോൾ പേജ് ഇൻസ്റ്റാഗ്രാമിന്റെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ പേജ് കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അങ്ങനെ കണക്ട് ആക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കറക്റ്റ് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ സെറ്റ് ആയി അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് റൺ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത ശേഷം എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, റിപ്ലൈ തരാം. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അതുപോലെ തന്നെ ചാനലിൽ ഇനി ഒരുപാട് വീഡിയോസ് വരും. അപ്പോൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മുമ്പത്തെ ചാനലിൽ നമ്മൾ സ്നാപ്ചാറ്റ് എങ്ങനെ റൺ ചെയ്യാന്നുള്ളത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആരും ആർക്കെങ്കിലും കാണാൻ പ്രശ്നം ജസ്റ്റ് സ്നാപ്ചാറ്റ് ആഡ്സ് എന്ന്
ചെക്ക് ചെയ്യാം. ഞാൻ എൻ്റെ സ്ക്രീനിലും ഐ ബട്ടണിലും കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരാൾക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ എല്ലാവരും ജസ്റ്റ് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ടിക്ടോക്ക് ആഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടിക്ടോക്ക് ആഡ്സ് നമ്മളിവിടെ പോസിബിൾ അല്ല. ഐ മീൻ ഇവിടെ ബാൻഡ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അവിടെ മൊത്തം ആക്സസ് ശേഷം സ്ക്രീൻ ഷെയർ ചെയ്ത് റെക്കോർഡ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ പ്രോപ്പർ ക്ലാസ് ഞാൻ ഷെയർ ചെയ്യും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.